ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. അക്ബറും ലക്ഷ്മിയും ഒക്കെ തമ്മിൽ നല്ല കടുത്ത വാഗ്വാദം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്റൻസ് വാഗ്വാദമായിരുന്നു. അനുമോളൊക്കെ ഇതില് ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. നല്ല വാഗ്വാദമാണ്. അനുമോൾക്ക് വേണ്ടിയാണല്ലോ ലക്ഷ്മി വാഗ്വാദം നടത്തുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് അനീഷ് ഗ്രൂപ്പുകളിൽ നടക്കാൻ പോവാണ് ഇവിടെ, മേള നടക്കാൻ പോവാണ് ഇവിടെ, എക്സ്ചേഞ്ച് മേള നടക്കാൻ പോവാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് റിപ്പീറ്റ് അടിച്ച് ഒരു പാട്ട് പാടുന്ന പോലെ താളത്തിൽ നിന്നോണ്ടങ്ങ് പാടുന്നുണ്ട്. ഗ്രൂപ്പുകളിൽ നടക്കാൻ പോവാണ് ഇവിടെ. കുറെ നേരം അനീഷ് അത് പാടുന്നുണ്ട് കേട്ടോ. പാടുന്നോണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല, നല്ല രസമായിട്ടും കേട്ടിരിക്കാൻ പറ്റി. റിപ്പീറ്റ് പറയുന്ന പരിപാടി അല്ലാതെ ഈ രീതിയിൽ താളത്തിൽ പാട്ട് കണ്ടുപിടിക്കാനായിട്ട് അനീഷ് ശ്രമിക്കണം. കാരണം ഇത് പുറത്ത് വൈറലാവാനായിട്ടുള്ള സാധ്യത, എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. മറ്റേ ഡയലോഗ് വിത്ത് ബീറ്റ് അടിക്കുന്ന ചേട്ടന്മാരൊക്കെ ഓൾറെഡി ഇത് എടുത്തു വെച്ചിട്ട് ചെയ്യുന്നുണ്ടാവും എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് നല്ല രസമായിരുന്നു ലൈവിൽ കേൾക്കാനായിട്ട്. ഇതിനിടയ്ക്ക് അനീഷ് വീണ്ടും ഒരു ഭീഷണി മുഴക്കുന്നുണ്ട് കേട്ടോ. അക്ബർ എന്റെ മേത്തുനിന്ന് ഒരു തുള്ളി ചോര പൊടിഞ്ഞാൽ നിന്റെ കൈയും കാലും ഇവിടെ ഉരുളും എന്നൊക്കെ പറയുന്നുണ്ട്. അനീഷ് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നത് കേട്ടോ. അപ്പൊ അക്ബർ ഒരു 2 മിനിറ്റ് ഇങ്ങനെ സ്തംഭിച്ച് നിന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, ആറേ എന്റെയാ നീയാ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, നീ എന്റെ മേത്തെങ്ങാനും തൊട്ടാ നിന്റെ മൂക്കടിച്ച് ഞാൻ പരത്തും എന്ന് പറയുന്നുണ്ട് അനീഷിന്റെ അടുത്ത്. ഈ രീതിയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാസൊക്കെ അടിക്കുന്നുണ്ട്. അക്ബർ അനീഷിനെ തൊട്ട് ബാക്കിലാണ് നിൽക്കുന്നത് കേട്ടോ. അക്ബറിന് ഗെയിം വന്നു കഴിഞ്ഞാൽ, ഫിസിക്കൽ ടാസ്ക് വന്നു കഴിഞ്ഞാൽ അക്ബർ വേറെ ഒരു ലെവലിലേക്ക് അങ്ങ് പോകും. അത് അനീഷിന് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് അനീഷ് അങ്ങനെ ഒരു മുൻകൂർ ജാമ്യം എടുത്തു വെച്ചത്. മുൻകൂർ ജാമ്യം എന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെ പേടിപ്പിച്ച് നിർത്തിയത്. അനീഷ് പറയുന്നുണ്ട്, നീ ചങ്കുറപ്പുള്ള ആണുങ്ങളെ കണ്ടിട്ടില്ലടാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫുൾ മാസ് അടിച്ച് അവിടെ നിൽക്കുകയാണ്. അടുത്ത ആ ഒരു സെറ്റ് വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.